കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് പ്രഹ്ലാദ് ജോഷിക്ക് മുന്നിലുള്ളത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള വ്യവസ്ഥകൾ കർശനമാക്കും എന്ന നിയമ ഭേദഗതി അടുത്തയാഴ്ച തന്നെ പാർലമെന്റിൽ പാസാക്കാനാണ് സർക്കാർ നീക്കം. രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റത്. കർത്തവ്യഭവനിൽ ചുമതലയേറ്റെടുക്കാനെത്തിയ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. ചോദ്യപേപ്പർ ചോർച്ചയിലും പരീക്ഷാ തട്ടിപ്പുകളിലും ശക്തമായ നടപടികൾ ഉണ്ടാകാത്തതാണ് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വലിയ പ്രതിഷേധത്തിന് കാരണമായത്. നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാനുള്ള നടപടികൾക്ക് പ്രഹ്ലാദ് ജോഷി തുടക്കമിടുമെന്നാണ് സൂചന. അതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രാലയത്തിലും ടെസ്റ്റിംഗ് ഏജൻസിയിലും വലിയ അഴിച്ചുപണികൾ ഉണ്ടായേക്കും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി തടവ് ശിക്ഷയും പിഴയും വർദ്ധിപ്പിച്ചുള്ള നിയമ ഭേദഗതി ബില്ല് അടുത്ത ആഴ്ച തന്നെ പാർലമെന്റിൽ കൊണ്ടുവരും. ചോദ്യപേപ്പർ ചോർത്തിയാൽ 5 വർഷം മുതൽ 10 വർഷം വരെ കഠിന തടവും 10 കോടി രൂപ വരെ പിഴയും ചുമത്തുന്ന വ്യവസ്ഥകളാണ് ബില്ലിലുള്ളത്. പരീക്ഷാ തട്ടിപ്പ് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കും. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും ഇത്തരം കേസുകൾ പ്രത്യേകം പരിഗണിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗ കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ബില്ലിന്റെ പകർപ്പ് പാർലമെന്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. ബില്ലിനോട് സഹകരിക്കുമെങ്കിലും ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ നിലപാടെടുക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി.